ദാ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഒരു റിസ്കി ഓവർടേക്ക് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിന്ന് ഒരു വണ്ടി വരുവാണ്. ഇത് പുറകിൽ നിന്ന് വരുന്നവരെ വാൺ ചെയ്യാൻ വേണ്ടിയിട്ട് റൈഡർ ഇങ്ങനെ ഒരു ഹാൻഡ് സിഗ്നലും കൊടുത്തു. പക്ഷേ എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ടൊരു ഹാൻഡ് സിഗ്നലാണ് പുള്ളി അവിടെ കൊടുത്തത്. ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ പുറകിൽ നിന്ന് വരുന്നവരെ വാൺ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു സിഗ്നലുണ്ട്. ഈ വീഡിയോയിൽ പുള്ളി കൊടുത്ത സിഗ്നൽ ഡേഞ്ചറസ് ആണെന്ന് പറയാൻ കാരണം ഇവിടെ സേഫ് ആയിട്ടുള്ള ഓവർടേക്കിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നെയാണ് പുള്ളി വലത്തേക്ക് ഹാൻഡിൽ ബാറിൽ നിന്ന് എടുക്കുന്നത്. ഇതുപോലെ സിറ്റുവേഷൻസിൽ ആക്സിലേറ്ററും ബ്രേക്കിലും കൺട്രോൾ ഇല്ലാതെ ഓടിക്കുന്നത് എത്രത്തോളം റിസ്കിയാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയായിരിക്കും. അതുപോലെ ആ സോളിഡ് വൈറ്റ് ലൈൻസിൽ ഓവർടേക്കിംഗ് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്ന ട്രക്ക് ഒരുപക്ഷെ സ്പീഡ് കുറച്ചതുകൊണ്ടായിരിക്കാം പുള്ളിക്ക് അത് സേഫ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. എനിവേ റോഡിൽ ഇതുപോലെ ഹസാർഡ് കാണുമ്പോൾ നമ്മൾ പുറകിൽ നിന്ന് വരുന്നവരെ വാൺ ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് സിഗ്നൽ യൂസ് ചെയ്യാം. റൈറ്റ് സൈഡ് എന്തെങ്കിലും ഹസാർഡ് അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ റൈറ്റിലേക്ക് 1 സെക്കൻഡ് പുറത്തേക്ക് വെച്ച് സിഗ്നൽ കൊടുക്കാം. ഇനി ലെഫ്റ്റ് സൈഡ് ഹസാർഡ് വാണിംഗ് കൊടുക്കാനാണെങ്കിൽ ഇതുപോലെ ഇടത്തേക്ക് താഴേക്ക് ചൂണ്ടിക്കാണിച്ച് സിഗ്നൽ കൊടുക്കാം. ഇങ്ങനെ സോളോ അല്ലാതെ റൈഡ് പോകുമ്പോൾ നിങ്ങളുടെ കൂടെ വരുന്നവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സലി ബൈക്കേഴ്സ് യൂസ് ചെയ്യുന്ന മിനിമം 10 റൈഡേഴ്സ് ഹാൻഡ് സിഗ്നൽസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം.